ഈ ഏപ്രിൽ 8 തിങ്കളാഴ്ച രാത്രി ഒരു പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കാനിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിലുള്ളവർക്ക് ഈ കാഴ്ച ദൃശ്യമാകില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ഗ്രഹണപാതയിൽ എത്തിച്ചേരാനാകുമെങ്കിൽ നിങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഗ്രഹണത്തിന്റെ ഒരു മികച്ച ചിത്രം എടുക്കാനാകും എന്ന് നോക്കാം. സൂര്യഗ്രഹണം പലപ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയാറുള്ളത് എന്തുകൊണ്ടാവും? കാരണം ഗ്രഹണം പലതവണ സംഭവിക്കുന്നത് നിങ്ങൾ ഇല്ലാത്തിടത്തായിരിക്കും. അതായത് 60 അല്ലെങ്കിൽ 100 വർഷത്തിൽ തന്നെ ഒരിക്കലോ അതിലധികമോ തവണ ഭൂമിയിലെ ഒരേ സ്ഥലത്ത് ഗ്രഹണം ഉണ്ടാവുക എന്നത് തികച്ചും അപൂർവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രഹണത്തിന് കീഴിലാണെങ്കിൽ പോലും കാലാവസ്ഥ നല്ലതല്ലെങ്കിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല. എന്നാൽ നിങ്ങൾ ഗ്രഹണപഥത്തിലാണെങ്കിൽ എവിടെ നിന്നാലാണോ ഏറ്റവും വ്യക്തമായി സൂര്യഗ്രഹണം ദൃശ്യമാവുക എന്നുറപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ താമസിക്കുന്നവർക്ക് നാസയിൽ നിന്നുള്ള ഈ മാപ്പ് ഉപയോഗിക്കാം. ഏതൊക്കെ പട്ടണങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയുമാണ് ഗ്രഹണം കടന്നു പോകുന്നതെന്ന് കണ്ടെത്താൻ ഈ മാപ്പ് സഹായിക്കും. ഇതിൽ 2023 വാർഷിക ഗ്രഹണത്തിന്റെയും ഇനി വരാനിരിക്കുന്ന 2024 സൂര്യഗ്രഹണത്തിന്റെയും പാതകൾ കാണിച്ചിട്ടുണ്ട്. സൂര്യഗ്രഹണത്തിന്റെ കാഴ്ച പകർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കയ്യിലൊരു ശരിയായ സ്മാർട്ട് ഫോണും ടെലിഫോട്ടോ ലെൻസും ഒരു വലിയ സെൻസറും കൂടെ ഉണ്ടാകുന്നത് അനുയോജ്യമാവും. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ലെൻസ് തന്നെ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം സൂര്യഗ്രഹണത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുന്നത് വളരെ അപകടകരമാണ്. ഗ്രഹണ സമയത്ത് പോലും സൂര്യനെ നേരിട്ട് നോക്കുന്നത് സോളാർ റെറ്റിനോപ്പതി ഉൾപ്പെടെയുള്ള നേത്ര തകരാറുകൾക്ക് കാരണമാകും. ഇത് നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. കാരണം ഗ്രഹണത്തിന്റെ ഭാഗിക ഘട്ടങ്ങളിൽ പോലും സൂര്യനിൽ നിന്നും ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ പുറത്തുവരുന്നുണ്ട്. അതിനാൽ ടോട്ടാലിറ്റി സോണിനുള്ളിലാണ് നിങ്ങളെങ്കിൽ ശരിയായ സംരക്ഷണത്തോടെ മാത്രം സൂര്യനെ നോക്കുക എന്നത് പ്രധാനമാണ്. തെളിയിക്കപ്പെട്ടിട്ടുള്ള സോളാർ ഫിൽട്ടറുകൾ അടങ്ങിയിരിക്കുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എക്ലിപ്സ് ഗ്ലാസുകളാണ് ഈ പ്രതിഭാസം നേരിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഈ ഗ്ലാസുകൾ സൂര്യന്റെ തീവ്രത കുറഞ്ഞ സമയത്തേക്കെങ്കിലും സുരക്ഷിതമായ നിലയിലേക്ക് മാറ്റുന്നു. അതേസമയം ടോട്ടാലിറ്റി സോണിന് പുറത്തുള്ളവർക്കും ഗ്രഹണ ഗ്ലാസുകൾ ഇല്ലാത്തവർക്കും ഗ്രഹണം സുരക്ഷിതമായി അനുഭവിക്കാൻ ഇതര മാർഗങ്ങളുമുണ്ട്. നാസ പലപ്പോഴും ഈ ഇവന്റുകളുടെ തത്സമയ സ്ട്രീമുകൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരെ ഇതിന് സാക്ഷ്യം വഹിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഒരു ചെറിയ ദ്വാരമുള്ള ഒരു കാർഡ്ബോർഡിലൂടെ സൂര്യന്റെ ചിത്രം പ്രൊജക്ട് ചെയ്യിക്കുന്നതും ഗ്രഹണത്തിന്റെ സുരക്ഷിതമായ പരോക്ഷ ദൃശ്യം സൃഷ്ടിക്കും. ഇനി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം പോലെ തന്നെ ഫോണിന്റെ ക്യാമറ സെൻസറിനും നൽകാനായി ഒരു സോളാർ ഇമേജിംഗ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇത് സെൻസറിനെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ സാമാന്യം കഴിവുള്ള സോളാർ ഇമേജിംഗ് ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. കൂടാതെ സ്മാർട്ട് ഫോണിന്റെ ISO, ഷട്ടർ സ്പീഡ് എന്നിവ ക്രമീകരിക്കാനും മാനുവലായി ഫോക്കസ് ചെയ്യാനും സജ്ജീകരിച്ചാൽ സൂര്യഗ്രഹണത്തിന്റെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയും.